മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ് അഡ്വക്കേറ്റ് ടി എ സിദ്ദിഖ്. ലീഗ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ടി എ സിദ്ദിഖ് സ്ഥാനത്തു നിന്നും മാറിയിരിക്കുന്നത്. അരിയൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സംസ്ഥാന കമ്മിറ്റിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഈ നടപടി. വിവാദത്തെക്കുറിച്ച് അന്വേഷിക്കാൻ 2 അംഗ അന്വേഷണ കമ്മീഷനെ വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ജില്ലാ കമ്മിറ്റി നടത്തിയ ജാഥയോട് നിസ്സഹകരണ മനോഭാവം പുലർത്തിയ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് പാർട്ടി താക്കീതും നൽകി. ഈ നടപടികൾ സ്ഥിരീകരിച്ചുകൊണ്ട് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം മണ്ണാർക്കാട് ന്യൂസിനോട് പ്രതികരിച്ചത് ഇങ്ങനെ: സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശപ്രകാരം അയാൾ ലീവിൽ പ്രവേശിച്ചിരിക്കുകയാണ് അല്ലേ? ലീവിൽ പ്രവേശിച്ചു. തൽസ്ഥാനത്തേക്ക് നിലവിലുള്ള ട്രഷറർ E.A. സലാം മാസ്റ്റർ അദ്ദേഹത്തിന് ചുമതല ഈ ഖജാൻജിക്ക് ഈ സെക്രട്ടറിയുടെ ചാർജ് കൊടുത്തു. സംസ്ഥാന കമ്മിറ്റിക്ക് കൊടുത്ത പരാതിയെ കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി 2 ആളുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റേറ്റ് കമ്മിറ്റി. ആ അന്വേഷണത്തിന്റെ വെളിച്ചത്തിലാണ് തെറ്റുകാരനാണോ പിന്നെ കുറ്റക്കാരനാണോ എന്ന് അറിയുകയുള്ളൂ. മറ്റു തുടർ നടപടികളൊക്കെ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നതിന് ശേഷമേ എടുക്കുകയുള്ളൂ. ശരി. ഇപ്പോ തൽക്കാലം സ്റ്റേറ്റ് കമ്മിറ്റി നിർദ്ദേശിച്ചതനുസരിച്ച് മുതൽ ലീവിൽ പ്രവേശിച്ചു. ആ അന്വേഷണത്തിന് 2 ആളെ പിന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒരു അനീഫ മൂന്നിയൂര്, അനീഫ പെരിഞ്ചേരി എന്ന് പറയുന്ന സഹകരണ രംഗത്തെ ഞങ്ങൾ അഗ്രഗണ്യന്മാർ 2 ആള്. ഒന്ന് പ്രവാസി ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്, ഒന്ന് പിന്നെ ഈ CEO ഇതുണ്ടല്ലോ ബാങ്കിന്റെ സംഘടന CEO അതിന്റെ സംസ്ഥാന നേതാവുമാണ്. അവർ 2 ആളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അവരുടെ റിപ്പോർട്ടിനനുസരിച്ചായിരിക്കും ആ അന്വേഷണം ആയിരിക്കും അത് തെറ്റുകാരനാണോ കുറ്റക്കാരനാണോ എന്നുള്ളത് വരാം. ശരി. ഈ അന്വേഷണ റിപ്പോർട്ടിന് സമയം കൊടുത്തിട്ടുണ്ട് എത്രയാ? അത് സമയം പറയും, സ്റ്റേറ്റ് കമ്മിറ്റി പറയും, അവരെ ചുമതലപ്പെടുത്തും പറയും. അന്വേഷണ കമ്മീഷനൊക്കെ വെച്ചിട്ടുള്ളത് കട്ട് ഓഫ് ഡേറ്റ് ഉണ്ടാവും. ഈ ഒരു 4 പേരെ ശാസിച്ചതായിട്ടുള്ള ഒരു വിവരം കേൾക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടോ? സമ്മേളനത്തിൽ അവരുടെ സ്ഥാനത്തിനനുസരിച്ച പ്രവർത്തനം നടത്താത്തതിന്റെ പേരിൽ ആ മണ്ഡലത്തിൽ നിന്നുള്ള ജില്ലാ ഭാരവാഹികൾ പിന്നെ നിയോജക മണ്ഡലം കമ്മിറ്റി എന്നിവരെ താക്കീത് നൽകി. അത് അത്തരം പ്രവണത സംഘടനാ രംഗത്ത് ആവർത്തിക്കരുത് എന്ന് അവരോട് അത് താക്കീത് നൽകി. മണ്ഡലത്തിൽ നിന്നുള്ള വിജയത്തിന് വേണ്ടി വേണ്ടത്ര പ്രവർത്തിക്കാത്ത ജില്ലാ ഭാരവാഹികൾ അവിടെ നിന്നുള്ള ജില്ലാ ഭാരവാഹികൾ അടക്കമുള്ള നിയോജക മണ്ഡലത്തിലെ കമ്മിറ്റിക്ക് ശാസന എന്ന രീതിയിൽ തന്നെ നൽകി അല്ലേ? ഇത് ചെയ്യരുത് എന്നല്ല. ആയിക്കോട്ടെ. ഓക്കെ ശരി. നീയാണ് സ്വർണം, നിനക്കാണ് തിളക്കം. പഴേരി ഗോൾഡൻ ഡയമണ്ട്സ്.